ഈ ഒഴിവായ വീടുകളൊക്കെ ഉണ്ട്. ആ വീടിന്റെ ഉള്ളിലേക്ക് കടുവ വന്ന് കിടക്കുക ചെയ്തേ. എന്റെ വീട്ടുകാരി പാല് കൊണ്ടുപോകുമ്പോ കടുവേനെ കണ്ടെന്നാ പറഞ്ഞ ചേച്ചി. കടുവേനെ കണ്ടു. സാമ്പിളായിട്ട് ഇത് വിട്ടെന്നാ പറഞ്ഞ. ഇത് കാഷ്ടല്ലേ? കാഷ്ടം. ഇത് എന്താ ഇതിന് കാട്ടമൊന്നല്ല, പൊതുവെ അത് വന്ന് നിന്നത് കടുവായ. ഇവിടെ കടുവായ പുള്ളിക്കാരി കണ്ടത്. ഉറപ്പ് പറഞ്ഞോ? എന്റെ വീട്ടുകാരി ഉറപ്പ് പറഞ്ഞു. എന്റെ വീട്ടുകാരിക്ക് അറിയാം, അവൾ 1000 പ്രാവശ്യം കണ്ടതാണേ. കാണുന്നല്ലേ? ആനക്കുട്ടിയുടെ കാട്ടിയുടെ പാട്. കാട്ടിയുടേത്? ഓരോരോ ടക്കല്ലേ, ഗ്യാപ്പ് ഇട്ടിട്ടില്ലേ? അതുപോലെ നമ്മളെ അടിക്കുള്ളൂ. ആണല്ലേ? ആണെന്നുള്ളത് തന്നെ. ഒരടി അടിച്ച് അങ്ങ് വിടുകയുള്ളൂ. ഏറെക്കുറെ മനുഷ്യനാണ് ഇതെല്ലാം, മനുഷ്യനാണ് ഇതൊന്ന് വളർത്തി വരുന്നത്. അല്ല, മൃഗങ്ങളെല്ലാം മനുഷ്യനെ വളർത്തുന്നത്. ആളുകൾ പറയാം അങ്ങനെ അങ്ങനെയാണ്. അതൊക്കെ അവർക്ക് അവരുടെ വീട്ടിലൊക്കെ ഏരിയയിലെ അവർക്കൊക്കെ അറിയുള്ളൂ. കാരണം നമ്മൾ ഇറങ്ങിയാലേ ഇത് എങ്ങനെ മുന്നിൽ വന്ന് നമ്മൾ പെട്ടുപോകാന്ന് ഒരു പേടി. അല്ലെങ്കിൽ 5 മണിയായാലും പുറത്തിറങ്ങൂല. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ പഞ്ചായത്തിലെ ചപ്പമല എന്ന് പറയുന്ന പ്രദേശത്താണ്. കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാൻ ഈ ഒരു പ്രദേശത്ത് വന്നിരിക്കുകയും ഇവിടെ പാൽരാജ് എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ വീടും പറമ്പും ഒക്കെ കാണിച്ചിരുന്നു. അന്ന് നമ്മളവിടെ പറമ്പിൽ കൂടെയൊക്കെ പോയിരുന്നു. അപ്പോൾ അന്ന് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നു. വളരെ ഭീകരമായ ഒരു അവസ്ഥയിൽ കൂടെയാണ് ആ കുടുംബം കടന്നു പോയിക്കൊണ്ടിരുന്നത്. ആ ചേട്ടനും ചേച്ചി ഒറ്റയ്ക്കാണ് അവിടെ താമസിച്ചുകൊണ്ടിരുന്നതെന്നും അവിടെ ആനയും മറ്റ് വന്യജീവികളൊക്കെ സ്ഥിരമായി വരാറുണ്ടെന്നും അവർ രാവിലെ പാല് കൊണ്ടാകുന്ന നേരത്തൊക്കെ അവരുടെ മുമ്പിൽ ചെന്ന് പെടാറുണ്ടെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടാണ്. അന്ന് ഞാൻ ആ വീഡിയോയിലൂടെ ഇങ്ങനെ പറഞ്ഞു, അവർക്ക് 2 അലാം സിസ്റ്റം ആവശ്യമുണ്ടെന്നും ആരെങ്കിലും സ്പോൺസർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അറിയിക്കണം എന്നുള്ള കാര്യമൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു. ഏതായാലും അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു അനിൽനാഥ് എന്ന് പറയുന്നൊരു ചേട്ടൻ, അദ്ദേഹം പുറത്ത് ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹം നമുക്ക് വേണ്ടി ഇപ്പോൾ ഈ ഒരു സ്പോൺസർ ചെയ്തിരിക്കുകയാണ് ഈ ഒരു അലാം സിസ്റ്റം. അപ്പോൾ ആ ചേട്ടൻ തന്നെ വിളിച്ച് പറഞ്ഞു അവർക്ക് 2 അലാം സിസ്റ്റം വെച്ച് കൊടുക്കണം എന്നുള്ള കാര്യം പറഞ്ഞു. ഏതായാലും അതിന് പ്രകാരം നമ്മളിന്ന് 2 അലാം സിസ്റ്റമായിട്ട് നമ്മളിപ്പോൾ ചപ്പമല എത്തിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ അത് ഫിറ്റ് ചെയ്യുന്ന കാഴ്ചകളായിരിക്കും കാണിക്കുന്നത് കേട്ടോ. ഏതായാലും ഇന്ന് ജിഷോയ് ഇല്ല കേട്ടോ. ജിഷോയ്ക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ജിഷോയ് നമുക്കത് അയച്ചു തരികയായിരുന്നു. അതിപ്പോൾ ഏതായാലും നമ്മൾ അത് പിടിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അതിൻ്റെ കാഴ്ചകളായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഏതായാലും നമ്മളങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ചേട്ടാ, എന്തൊക്കെയുണ്ട് സ്ഥിതി? എന്താ സ്ഥിതി? നിങ്ങളിപ്പോൾ കണ്ടിട്ട് പോയപ്പോഴേ ഒരു ആഴ്ച കഴിയുമ്പോഴേ താഴെ ഈ ഒഴിവായ വീടുകളൊക്കെ ഉണ്ട്. ആ വീടിന്റെ ഉള്ളിലേക്ക് കടുവ വന്ന് കിടക്കുക ചെയ്തേ. എന്റെ വീട്ടുകാരി പാല് കൊണ്ടുപോകുമ്പോ കടുവേനെ കണ്ടെന്നാ പറഞ്ഞ. ചേച്ചി കടുവേനെ കണ്ടു. അപ്പം ഫോറസ്റ്റുകാരോട് ഞങ്ങൾ പറഞ്ഞില്ല, മെമ്പർ വഴിയാ പറഞ്ഞ. മെമ്പർ ഫോറസ്റ്റുകാരെ 2 വണ്ടി ആളുകളെ വിട്ടിട്ട് ഇവിടെ ഒഴിവായി ഇവിടെല്ലാം പോയി തപ്പി നോക്കണം എന്ന് പറഞ്ഞു. അവർ കണ്ടിട്ട് ഒന്നും പറയാതെ പോയി. അപ്പൊ അത് കടുവാണ്. അവർ നേരിട്ട് കണ്ടു. കടുവാന്നാ പറഞ്ഞു. കടുവാണ് ചേച്ചിക്ക് അറിയാമല്ലോ, പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് ചേച്ചി പറഞ്ഞു കടുവ തന്നെയാണ് പറഞ്ഞു. അപ്പൊ ഇവര് ഒന്നും പറയാതെ പോയി. കാൽപ്പാട് അവിടെ കാട്ടമൊക്കെ കിടപ്പുണ്ട് പെരക്കാത്ത. അപ്പൊ അങ്ങനെയെല്ലാം വലിയ വലിയ വിഷയമായിട്ട് നടക്കുന്നുണ്ട് ഇവിടെ. ഭയങ്കര വന്യമൃഗങ്ങൾ ശല്യമാണ് കൂടുതൽ സ്ഥിരം ഉണ്ടായിക്കൊണ്ടിരിക്കുക. മനുഷ്യൻ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാവുക. ഇപ്പൊ നമ്മൾ പെരക്കകത്ത് കയറി വരുവാണ് ഒരു പേടിയുണ്ട്. ആ പെരക്കകത്തൊക്കെ കയറി വന്നത് രീതിക്ക് നമ്മുടെ പെരക്കകത്ത് അതുപോലെ തന്നെ ഓർത്തിട്ട് വെട്ടം വെളിച്ചെറുന്നാലും അത് വിഷയമില്ല. എന്നാലും കയറി വരും. കയറി വന്നിട്ട് പല പ്രാവശ്യം ഇത് നമ്മൾ കണ്ടിട്ടുള്ള സാധനം കൂടിയാ. ആണ് അതുപോലെ ആക്രമിക്കാണ് നമ്മുടെ വീട്ടുമുറ്റത്ത് വന്ന് തെങ്ങൊക്കെ കുത്തിയതാ. ആ വീട്ടുമുറ്റത്തിരിക്കുന്ന തെങ്ങിനെ എന്നിട്ട് ഒച്ചയൊക്കെ വെച്ച് ഞങ്ങൾ ഓടിച്ചു. അന്ന് ആരും ഇല്ല ഈ പ്രദേശത്തിലെ 2 കിലോമീറ്റർ ചുറ്റളവ് ആരും ഇല്ല. അതൊക്കെ ചേട്ടൻ കഴിഞ്ഞ വീഡിയോയിലൂടെ പറഞ്ഞാണല്ലോ. അപ്പൊ അങ്ങനെ ചേട്ടൻ അന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ആളുകൾക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് വലിയ വലിയ വിഷയമാണ് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടൻ അന്ന് പറഞ്ഞ കാര്യങ്ങളെ ആളുകൾക്ക് മനസ്സിലായി. അങ്ങനെ അനിൽനാഥ് എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ, പുള്ളി ബാംഗ്ലൂരുള്ള പുള്ളിയാണ് ഇപ്പൊ ഇത് നിങ്ങൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പൊ ആ സാധനമാണ് നമ്മളിപ്പോ കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ഏതായാലും കൊണ്ട് പിടിപ്പിച്ചാൽ ആ ചേട്ടനക്ക് 100 നന്ദി നമ്മൾ പറയുന്നത്. നമുക്ക് ആരും സഹായിച്ചില്ല. അങ്ങനെയൊക്കെ വരുമ്പോ ആ മനുഷ്യൻ നല്ല എനിക്ക് സഹായിച്ചതിന് നല്ല സന്തോഷം. നന്ദിയായിട്ട് അനിൽനാഥ് ചേട്ടനക്ക് നന്ദി അറിയിക്കുന്നു. നമുക്ക് ഏതായാലും ഒന്ന് പിടിപ്പിച്ചാലോ? ശരി ശരി. ചേട്ടൻ കൂടെ കൂടൂലേ? കൂടും സാറേ. ഇപ്പൊ മറ്റേ ഇത് പിടിപ്പിക്കുന്ന ആളില്ല, പകരം നമുക്ക് സാധനം അയച്ചു തരുവേ. നമുക്ക് ഏതായാലും പിടിപ്പിക്കാൻ പോയാലോ? പിടിക്കാം. ഓക്കെ, ഏതായാലും നമുക്ക് പോകാം കേട്ടോ.
അപ്പോൾ നമ്മൾ ഏതായാലും എന്താ സാധനങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിനി അത് പിടിപ്പിക്കാൻ പോകാം കേട്ടോ. നമ്മളേതായാലും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇതൊക്കെ ആന പല തവണയായിട്ട് പുള്ളിയുടെ പറമ്പിൽ കൂടെ ഇറങ്ങി വന്ന കാഴ്ചയാണ് കാണുന്നത് കേട്ടോ. ഇതൊക്കെ ഇടിച്ച് ഇറങ്ങിയതാണ്. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇല്ലാത്ത സാധനങ്ങളാണ് ഇതൊക്കെ. ആന മാത്രമല്ല കാട്ടുപോത്തും ഉണ്ട്. ഇതൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇല്ല, അതായത് നമ്മളങ്ങനെ ചേട്ടൻ്റെ വീടിൻ്റെ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് എവിടെ വെക്കണ്ടേന്ന് അവർ പറയുന്നിടത്ത് വെക്കാം അല്ലേ? ഒരു കത്തി വേണം. ഈ തേക്കിൽ വെച്ചോളോ. ആ, നമുക്ക് ആലോചിക്കാം എവിടെ വെക്കണ്ടേ. ആ തേക്ക് അതാണോ ഇത് കറക്റ്റ് വരുന്ന വഴി? കറക്റ്റ് ആ പറമ്പിൽ വന്നാലും അറിയാം. ആ ചക്ക പറിക്കാനാ. അങ്ങനെയാണെങ്കിൽ ചോട്ടത്തെ കമ്പൊക്കെ വെട്ടിക്കളയണം. വെട്ടണം. ഈ തേക്ക് അല്ലേ? അങ്ങനെയാ. അതായത് നമ്മൾ ഇവിടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അതായത് നമ്മുടെ സോളാർ പാനലാണ് കേട്ടോ. അതങ്ങ് മുറിച്ചാൽ മതി. നമുക്ക് ഒരെണ്ണം അങ്ങ് മുറിച്ചെടുത്ത് ഒരെണ്ണം അവിടെ വെച്ചോ. അത് എടുക്കണ്ട, അങ്ങോട്ട് കൊണ്ടുപോണ്ട. ആ, ഏതാ ഈ തേക്കാണോ ഉദ്ദേശിച്ചത്? ആ, അത് കറക്റ്റാണ്. അതിൻ്റെ മണ്ട ആ താഴത്തെ ഇതൊന്ന് ക്ലിയർ ആക്കി വന്നേ. ആ, പോവാം. നമ്മുടെ നൂൽക്കമ്പി എന്തി കണ്ടല്ലേ? ആ, ഫെൻസിങ്ങിന് ചാർജ് ഉണ്ടോ? ഒന്ന് തൊട്ട് നോക്ക്. ഓഫാക്കണ്ട, ചോദിച്ചാ. ഇതിന്റെ ഇപ്പുറത്തോട്ട് ആരുടെ പറമ്പാ ചേട്ടാ? ഈ ഇപ്പുറത്തെ പറമ്പ് ഇവിടെ വന്നിട്ട് അതുകൊണ്ട് അവിടെ കുറച്ച് പ്ലാവേ. ആ, പ്ലാവ ഏതാ? ആ, പ്ലാവേല അരച്ചിട്ടേക്കുന്നുണ്ടോ ആന? എന്നാ മൂർച്ചയാണേ, തൊട്ട ചീന്തിപ്പോവും അല്ലേ? അരുവല്ലാതെ നടക്കാൻ പറ്റൂല നമുക്ക്. ഏത് സമയത്ത് ജീവൻ രക്ഷിക്കണ്ട. ജീവൻ രക്ഷിക്കണ്ട. അതെ, ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതും കൊണ്ട് നടക്കുന്ന. അതെ, തളുമ്പായി പോയി നമുക്ക്. കൈ അര പിടിച്ചാ ഇങ്ങനെ പിടിക്കുമല്ലേ? അതെ. കവറുണ്ടല്ലേ? ഭാഗ്യം. ഞാൻ അവിടെ കവർ വെക്കാം. അതെ, വെക്കാൻ പറഞ്ഞായിരുന്നു ഞാൻ. അത് കണ്ടിച്ച് തന്നെ എടുത്തോ? അല്ല, എടുക്കട്ടെ. 100-100 ആയി കാണും. പിന്നെ ഇവർ അയക്കുന്നതാണല്ലോ. ചുമ്മാ നോണേക്ക്. ആ, അത് മാറ്റണം കേട്ടോ. മാറ്റിയാലേ ആവുള്ളൂ. ആ, അത് വെട്ടിക്കാം. അല്ലെങ്കിൽ അത് ആടും. അല്ലെങ്കിൽ കിടന്ന് ആടും. ഒത്തിരി മുകളിലേക്ക് കയറ്റണമെന്നില്ല. ഇല നിൽക്കുന്നോണ്ടേ അതിൽ കുറച്ചുകൂടെ പൊക്കിക്കാം. അത് മതിയോ? അത്ര മതിയോ? അത് വേണ്ടല്ലോ. അതിന്റെ ഈ 3 കവരല്ലേ നമ്മൾ വെക്കുക. അത് ഇവിടെ വെച്ച് മുറിക്കാം. ആ, തേക്കായതുകൊണ്ട് വളർന്നു വന്നാലും കഴിക്കൂലേ?
ഇല്ല, ആദ്യം ഇത് വെച്ചിട്ട് ഓർ വന്നു ചാർജിങ്ങാ. ഓണാക്കി കഴിയുമ്പോൾ പച്ചയും കൂടെ കത്തും. പട്ടിക്ക് ഭ്രാന്താന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി 2 ദിവസത്തേക്ക് പട്ടി കുറേ നിർത്തി തരാം. 2 ദിവസത്തേക്ക് പട്ടിക്ക് ഭ്രാന്താവും. കുറച്ചും കൂടെ എൻ്റെ ഹൈറ്റ് വെട്ടി കുറയ്ക്കണ്ട, എന്നാലും സോളാർ സെറ്റ് ചെയ്യാൻ പറ്റും. കേട്ടില്ല. ഇനി മുറിക്കണോ? അല്ലെന്ന് ഒന്നും ചെയ്യണ്ട, ഞാൻ പറയട്ടെ. ഇപ്പം ആ കവര കൂട്ടിയിട്ട് സാധനം കിട്ടുക, ആ മുകളിൽ സോളാറും വെക്കുക. കുറച്ചും കൂടെ ചിലപ്പോൾ കട്ടി നിലവിൻ്റെ വരുമോ? അതൊന്നും വേണ്ട. എന്ത് കമ്പോ? കമ്പ് ഇങ്ങനെ നിൽക്കും, നീളം കൂടിയല്ലേ. അങ്ങനെ ഒന്നുമില്ല, ഇലയുള്ളതുകൊണ്ട് ആടുന്നു. ഇതിന് ഒരു കുഴപ്പമില്ല, അതായിരുന്നോട്ടെ, നോ പ്രോബ്ലം കേട്ടോ. അതിൻ്റെ അകത്ത് വെച്ചു ഓർക്കണേ, ഓർക്കാണ്ട് എടുത്തുകൊണ്ടേ കത്തിച്ച് കളഞ്ഞേക്കല്ലോ. അതെ, ഞാൻ ചവിട്ടുന്നില്ല. സോളാർ അതെടുത്ത് നോക്കിയെത്തിക്കാം, അത് ചിലപ്പോൾ ചവിട്ടാൻ സാധ്യതയുണ്ട്. അത് പോയാൽ ക്യാമറ എവിടെ വെച്ചാൽ മതിയാ? ഇവിടെ വെക്കാം അല്ലേ? അപ്പുറത്ത് സൗണ്ട് ഉള്ളത് വെക്കാം അല്ലേ? ഇവിടെയാണോ കൂടുതൽ വരുന്നത്? വരുന്നത് കൂടുതൽ ഇവിടെ വരുന്നത്? ഇവിടെയാണ് വരുന്നത്. ഈ പറമ്പിലേക്ക് നടത്തുന്ന ഇതേ ഉള്ളൂ. അന്ന് കാണാൻ ഇറങ്ങി വന്നില്ലോ. എന്നാ ക്യാമറ അത്തേടെ വെച്ചാലോ? അത്തേ വെച്ചാൽ തനിയാ വെക്കണോ? അതെ, ക്യാമറ വേറെ വെക്കാം. വേറെ വെക്കണം. ഇല്ല, അങ്ങനെ വെച്ചാൽ പോരെ. അതാ നല്ലത്. ക്യാമറ അത്തേ വെക്കാം. കൂടുതൽ വരുന്നത് എവിടെ? കൂടുതലാണ് എവിടെ വരുന്നത്? കൂടുതൽ ഇതിലേ വരുന്നത്, എല്ലാ സ്ഥലം വരുന്നത്. ഇതൊക്കെ കമ്പി ചവിട്ടി പോകുന്നത് അങ്ങോട്ട്. ഇടയ്ക്കിടയ്ക്ക് വളയ്ക്കുന്ന അല്ലേ? കമ്പി ഇത് വളച്ച് വെച്ചേക്കുന്നതായിരിക്കും അല്ലേ? വളച്ച് വെച്ചിരിക്കുന്ന എന്ത് എവിടെ? അപ്പുറത്ത് അങ്ങുണ്ട് അല്ലേ? ആന ഇവിടെ ഉണ്ടാ? ഇപ്പൊ ഈ സാധനം അടിച്ചപ്പോഴാണോ? ഇപ്പൊ വരും അങ്ങോട്ട്? വരുമൊന്നുമില്ല, കറണ്ടുണ്ട്. വരുമൊന്നുമില്ല, അല്ല അങ്ങനെയല്ല, ചിലപ്പോ വരാം. കറണ്ട് സപ്ലൈ അല്ലേ? ഇപ്പൊ ഓണല്ലേ? ഓഫാക്കണ്ട. ആന അപ്പുറം ഉണ്ടെന്നാട്ടോ പറഞ്ഞേ. അതാ ഞാൻ പറഞ്ഞ ആ സൈഡിൽ അവിടെ ആ തെങ്ങിന്റെ അവിടെ ഒരെണ്ണം വെക്കുവാണെങ്കിൽ ആ ഭാഗത്തൊന്നും വരുന്നത് കാണാം. അതില് മളാണും എല്ലാ സാധനം അതിൽ പോകുന്നത്. നമ്മള് എന്നാ ഒരെണ്ണം ഇപ്പൊ എവിടെ വെക്കാം? നിങ്ങളുടെ വീടിന്റെ സൈഡിൽ വെക്കുന്ന നല്ലത്. നമ്മുടെ പറമ്പിന്റെ അല്ല ചേച്ചി, ഇത് ഇതിന് മാത്രം ദൂരമൊന്നും കിട്ടൂല. ഇത് അവിടെ കൊണ്ടു വെച്ചാൽ ഇത് അടിക്കുന്നത് നിങ്ങൾ അറിയോ ഇല്ല, ഒന്നുമില്ല. ഇത് ഇവിടെ ഈ ഭാഗത്ത് ചുറ്റും വെക്കുവാണെങ്കിൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയ കവറാണ്, ഇത്ര ഏരിയ കവറാണ്. അവിടെ നിന്നാണോ ഇങ്ങോട്ട് വരുന്നത്? അത് ഇപ്പുറത്ത് ആ സൈഡിൽ നിന്ന് വരൂല? ആ സൈഡിൽ നിന്ന് വരൂലേ? എന്നാ അവിടെ നോക്കാം, ആ സൈഡ് നോക്കാം. ഗേറ്റിന് പ്രശ്നം വേറെ ഉണ്ടോ? വേണോ? അങ്ങനെയുണ്ടോ? പ്രശ്നമൊന്നുമില്ല, കറണ്ട് ഉണ്ടായിരുന്ന പറവില്ല, അല്ലെങ്കിൽ ചവിട്ടി കുളിക്കും. ഗേറ്റ് കറണ്ടില്ല? കേട്ടില്ല, കറണ്ട് ഉണ്ട്. അല്ല അത് വെച്ചേ സോളാറല്ലേ? അപ്പൊ കുഴപ്പമില്ലല്ലോ. ഏത് അതിനെ വെട്ടിക്കൊള്ളാം. ഇതിൽ പിടിക്കല്ല, ഈ സാധനത്തെ പിടിക്കല്ല, ഇത് സ്പീക്കറാകും. വേണി വില ഉണ്ടല്ലോ അല്ലേ? ഇതല്ലേ അത്യാവശ്യം ഇച്ചിരി കൊടിയിലേക്ക് കയറി പറിക്കുന്ന. വേറെ വേണി വേണോ? അങ്ങനൊന്നും ഞാൻ ഇത്ര വലിയ വെയിറ്റുള്ള മനുഷ്യൻ കയറിയില്ലേ. 10-70 കിലോ ഉണ്ട്. ഇതാണോ വില? അങ്ങനെ പിടിക്കാൻ കിട്ടുമോ? അല്ല ഒരു കെട്ടിട്ടിട്ട് വെക്കണോ? ഒരു കെട്ടിട്ടിട്ട് വെക്കണോ? ഒരു കെട്ടേ ഞാൻ ചോദിച്ചാ, അങ്ങനെ ഇട്ട് വെക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഈ ഇതൊക്കെ ആവശ്യമില്ലാത്ത സാധനം. ഇതെന്ത് സാധനം? അതങ്ങ് വെട്ടിക്കളയാണെങ്കിലേ നിങ്ങൾക്ക് കൃത്യം കാണാം. തെളിഞ്ഞു വന്നോട്ടെ. ഇന്നലെ ഏറ്റവും ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി ഇറങ്ങിയായിരുന്നോ? ഉണ്ടായിരുന്നോ? ആണോ? ഇന്നലെ അങ്ങോട്ടൊക്കെ പടക്കം പൊട്ടിക്കുന്നത് കേട്ടു. ആ ഭാഗത്തേക്ക്
പടക്കം പൊട്ടിക്കുന്നത് രാമനാട്ട് ഇല്ലേ ആ അങ്ങോട്ട് പോയി അവിടുന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. റാച്ചിയിൽ എങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല നമുക്ക്. പാലളക്കാൻ പോയപ്പോ കാരണം നമ്മൾ ഇറങ്ങിയാലേ ഇത് എങ്ങനെ മുന്നിൽ വന്ന് നമ്മൾ പെട്ടുപോകാന്ന് ഒരു പേടി. പേടിയാലേ അല്ലെങ്കിൽ 5 മണിയായാൽ ഞാൻ പുറത്തിറങ്ങൂല. അതെ നേരത്തെ ആകുമ്പോൾ നടന്നുകൊണ്ടിരുന്നതാ. പക്ഷെ ഇപ്പം നടക്കൂല്ലേ 5 മണിക്ക് പിന്നെ ഇറങ്ങുന്നത് മെമ്പർ ഇറക്കി പറഞ്ഞിരിക്കുന്നത്. 5 മണി കഴിഞ്ഞ് ഇറങ്ങണ്ടല്ലേ? 5 മണി കഴിഞ്ഞ് ഇറങ്ങുന്നത് നമ്മൾ അങ്ങനെ ആയിപ്പോയി. അതെ 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 ഇറങ്ങിപ്പോയി. പ്ലെയർ പാൻ്റെ തന്നെ ഉണ്ട്. ഇതിന്റെ കാര്യം കൊണ്ടൊന്നും പറയണ്ട. വീട്ടിലെ എലിയില്ലേ, എലി ശല്യം എങ്ങനെ ഉണ്ടോ അതുപോലെ മൃഗങ്ങളുടെ ശല്യം, ശല്യമാണ്. എലിയുടെ ശല്യം പോലെ ആയില്ലേ? എലിയുടെ ശല്യം എങ്ങനെ ഉണ്ടോ അതുപോലെ ആയിപ്പോയി. കാരണം നമ്മുടെ നിയമം, ഈ എലിയുടെ നിയമം എങ്ങനെ കൊണ്ടുവന്നു നമ്മുടെ വീട്ടുകളിൽ, ആ നിയമം വന്നാൽ മാത്രമേ വന്യമൃഗങ്ങളെ നമ്മൾ ഒതുക്കാൻ പറ്റുള്ളൂ. അല്ല ഒരു നിയമം വെച്ചിട്ട് നമുക്ക് കുരുട്ട് നിയമം വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. കണ്ണ് തുറന്ന് നിയമം എന്ന് പറഞ്ഞാൽ എലി നമ്മുടെ വീട്ടിൽ നമ്മൾ കൊള്ളുന്നില്ലേ, അത് വന്യമൃഗം തന്നെയല്ലേ. അതും കപ്പയെ നശിപ്പിക്കുന്നുണ്ട്, കൃഷിയെ നശിപ്പിക്കുന്നുണ്ട്, വയലെ നശിപ്പിക്കുന്നുണ്ട്, എല്ലാ സ്ഥാനത്തും അത് നശിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പം അതിന് ഒരു നിയമം ഇതിന് ഒരു നിയമം ഇല്ലല്ലോ, എല്ലാം വന്യമൃഗം തന്നെയല്ലേ. അപ്പം അതുപോലെ മനുഷ്യനൊക്കെ ഒരു അധികാരം കൊടുത്ത് അതിന് ഒരു നിയമം കൊണ്ടുവന്ന് ഇതിനെ ഒരു പരിധിക്ക് കൂടുതൽ വരുമ്പോൾ അതിന് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഏറെക്കുറെ മനുഷ്യനാണ് ഇതെല്ലാം, മനുഷ്യനാണ് ഇതൊന്ന് വളർത്തി വരുന്നത്, അല്ല മൃഗങ്ങളെല്ലാം മനുഷ്യനെ വളർത്തുന്നത്. ആളുകൾ പറയാം അങ്ങനെ അങ്ങനെയാണ്. അതൊക്കെ അവർക്ക് അവരുടെ വീട്ടിലൊക്കെ ഏരിയയിലെ അവർക്കൊക്കെ അറിയുള്ളൂ. പുള്ളിക്ക് ഒരു കുടിയായിപ്പോയി, നിലനിൽക്കാത്ത മനുഷ്യനായിപ്പോയി. നമ്മൾ പാനലും കൂടെ പിടിപ്പിച്ച ഈ ഒരു സിസ്റ്റം നമ്മൾ പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വെച്ചാലേ ചേട്ടാ വയറുള്ള ഭാഗം അടി വന്നാൽ വൃത്തിയേടാവോ? ഇല്ലല്ലേ, വേണ്ടല്ലേ? അടുത്ത് കേട്ടില്ല. നമുക്ക് അടുത്ത എവിടെയാ ചേട്ടാ? അടുത്ത എവിടെയാ? കേട്ടില്ല അവിടെ. കേട്ട് അടുത്ത എവിടെയാ പിടിപ്പിക്കാം? അടുത്ത് നമുക്ക് ഇവിടെ പിടിപ്പിക്കാം. ഇവിടെ ഇവിടെ ഇതിപ്പോ വീടിന്റെ അങ്ങോട്ട് കയറുന്ന അടുത്തല്ലേ? ആ ഇവിടെ വീടിന്റെ അടുത്ത് കയറും. ഇതിലെ ആണ വരും, ഈ റോഡ് വഴിയേ വരും. ഈ റോഡേ വരുമോ? ആ ആണ വരും. ഈ ഫെൻസിങ് ഉണ്ടെങ്കിലോ? ഫെൻസിങ് തട്ടിയിട്ടാണ് പിന്നെ പോവുക. കറണ്ട് ഇല്ലാതെ പോകുമ്പോ ഇത് വലിയ പ്രശ്നമാണ്. ഇവിടെ ഇങ്ങോട്ട് കടറാൻ നോക്കുന്നുണ്ട്. അതെ. അപ്പൊ ഇവര് എല്ലാ സമയവും വീടിന്റെ അപ്പുറത്തെ സൈഡ് വെക്കണോ? വീടിന്റെ അപ്പുറത്തെ സൈഡ് അങ്ങോട്ട് ഫുള്ള് കറണ്ട് കമ്പിയാ ഇട്ടിരിക്കില്ല. ഇതാ കറണ്ട് കമ്പി ഇല്ലാത്ത ഏരിയ. ഓ അങ്ങനെ. ആ അപ്പൊ അത് പൊളിച്ച് വരുമോ? അവിടെ പൊളിച്ച് വരുമോ? ഇല്ല, കമ്പി മറം നിങ്ങൾക്ക് വീട്ടിലേക്ക് വരാതിരിക്കാനുള്ള ഏറ്റവും അങ്ങനത്തെ സ്ഥലത്തേ വെക്കാവുള്ളൂ. ഇതും കുഴപ്പമില്ല ആണല്ലേ? ഇതും കുഴപ്പമില്ല. ആണെങ്കിൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാം. മാറ്റി എന്നാ ഇപ്പൊ ഇവിടെ വെക്കാം. ഇവിടെ വെക്കാം അല്ലേ? ഇത് നല്ലതും കൂടെ. നമുക്ക് ഇതില് കാട്ടി നിറന്തം വരുന്നുണ്ട്. അപ്പൊ അത് ഓടിക്കോളും വരുമ്പോ. പിന്നെ അങ്ങോട്ട് കറണ്ട് ഉണ്ട്. അത് മരങ്ങൾ വീണിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം കുറയും. ഇങ്ങോട്ടാ കൂടുതൽ. ശരി. അല്ല അവർ പോട്ടെ, പോയി കഴിഞ്ഞിട്ട് ഈ കൊന്നയും വെട്ടാം. ഇത് നന്നായപ്പോഴേ ഇങ്ങോട്ട് ഒരു 10-50 വാഴ വെച്ചാലാണ് ഓർക്കുക. അലാറം വെച്ചതുകൊണ്ട് അത്ര നല്ല സന്തോഷമല്ലേ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അറിയാലോ സ്ഥിതി എന്താന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അത് കാരണം കൊണ്ടാണ് ഞാൻ ആലോചിച്ചത് അങ്ങനെ. അപ്പം നിങ്ങൾ നോക്കിയിട്ട് വാഴ വെച്ചോണ്ടിരുന്ന വെച്ചുകൊണ്ടിരുന്ന വാഴയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നിരന്തര ശല്യം ആയതുകൊണ്ടാണ്, നമുക്കൊന്നും അറിയാതായതുകൊണ്ടാണ് ഒഴിവാക്കിയത്. നീ ഇത് ആളായതുകൊണ്ട് ഒരു 50 വാഴ വെച്ചാൽ നമ്മൾ ജീവന്മാർക്ക് എന്തെങ്കിലും വെച്ച് കിട്ടൂലോ. അങ്ങനെ ഓർത്തിട്ട് നമുക്ക് ഏതായാലും ഇവിടെ വെക്കാം അല്ലേ? വെക്കാം. ഇവിടെ വേണം. ഇത്രയും നേരം മഴ ഇല്ലായിരുന്നിട്ടല്ലേ? പോകും. മഴക്കാലമല്ലേ ഇതിൻ്റെ. ഒരു മിനിറ്റും കൂടെ. ഇപ്രാവശ്യം അങ്ങനെ മഴയില്ലെന്ന് തോന്നുന്നല്ലേ? ഈ പ്രാവശ്യം കുറവാ. ഇവിടുത്തെ മഴയൊക്കെ പിന്നെ കൃഷി ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് വീതായും പെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ പിന്നെ വർഷത്തിലെ എന്തായാലും ഒരു 8-9 മാസം മഴയുള്ള ഏരിയയാ ഇവിടെ. ബാക്കി 2-3 മാസമേ ഉള്ളൂ മഴയില്ലാതെ വരുള്ളൂ. ബാക്കിയെല്ലാം മഴ. എനിക്ക് വേണ്ട. ബാക്കിയുള്ള മഴ എല്ലാം മഴയാ. ക്യാമറ
ബാക്കിയെല്ലാം മഴ ഈ ദിവസമാണ്. 8-9 മാസം ഇവിടെ മഴ പെയ്യുന്നതാണ്. ഉരുളൊക്കെ പൊട്ടിയ പമ്പ ഉരുള് ഈ 2018 ഉരുള് ആദ്യം പൊട്ടിയത് ഇവിടെയാ. കേരളത്തിൽ വെച്ച് ആദ്യം പൊട്ടിയത് ഇവിടെയാ. അത് കഴിഞ്ഞിട്ടാണ് എല്ലാ സ്ഥലത്തിലെയും പൊട്ടിയത്. ആദ്യത്തെ ഇവിടുത്തെ ദുർവാസ കേന്ദ്രങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഇവിടെയായിരുന്നു. കൊട്ടൂർ പഞ്ചായത്തായിരുന്നു 18 ആദ്യത്തെ പൊട്ട്. രാത്രി 12 മണിക്ക് ഒരു വലിയ ഒരു ഒച്ച കേട്ടു ഇവിടെ. ഞാൻ പോയി നോക്കിയപ്പോ ഒരു പ്രദർശനേ ഇല്ല. കാണാൻ പറ്റുമോ? ആ, കാണാൻ പറ്റും. ഈ ഇത് പോയിട്ടാണ് പുഴയെല്ലാം നിറച്ചത്. ആ, ചാരി നോക്കാം അല്ലേ? കടുവ കാട്ടി എല്ലാം ഇതിൽ വരുന്നതാ. എല്ലാം വരുന്നുണ്ടല്ലേ? ഇതിലേ വന്ന പശുക്കുട്ടിക്കരി പശു പ്രസവിച്ച് കിടക്കുമായിരുന്നേ. എന്ന് പറഞ്ഞല്ലേ? അപ്പം ഇതിലെയാണ് മൃഗങ്ങളൊക്കെ വരുന്നതെന്ന് ചേട്ടൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ പോരുന്ന വഴിക്കൊക്കെ ഇടിച്ചിട്ടേക്കുന്നൊക്കെ കണ്ടാണ്. അപ്പോൾ ഇവരുടെ വീടിൻ്റെ ഇങ്ങോട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇത് ഇവർക്ക് ഇട്ട് കൊടുത്തിരിക്കുന്ന പാനൽ കേട്ടോ. മറ്റേ സോളാറിൻ്റെ അതിൻ്റെ എനർജൈസറും സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. ഇതിന് വെള്ളം ഒഴിക്കാനായല്ലോ? ഇല്ല, ഒരെണ്ണം തീർന്നു. ഞാനല്ല 2 തീർന്നു, 3 തീർന്നു. അങ്ങനത്തെ ആണായിരിക്കുന്നത്. തുറന്നപ്പോൾ ഇതിൻ്റെ അകത്ത് ബാറ്ററികളെല്ലാം ഇല്ലായിരുന്നു കേട്ടോ. ഉണ്ടല്ലേ? ഉണ്ട് അല്ലേ? ഇല്ല, കുറവാ. ശരി ചോദിച്ചോ? ഫുള്ളുണ്ട് കേട്ടോ. അവിടെ ഫുള്ളുണ്ട്, കാണുന്നുണ്ട്. കാണുന്നുണ്ടോ? അപ്പോൾ ഉണ്ടായിരിക്കും. അതിൻ്റെ അത് ഉണ്ടായിരിക്കും. ഉണ്ട്. അമങ്ങിരുന്ന് പോയതായിരിക്കും. ഇത് കേടായിട്ട് ഇതിൻ്റെ ചില്ലില്ലല്ലോ. മറ്റേതുകൾക്കൊക്കെ ചില്ലുണ്ട്, ഇന്ന് ചില്ലില്ല. ശരിക്കും കാണുന്നില്ലേ? ഒരു വീട്ടിൽ ഇല്ലല്ലോ. ഇല്ല, അതിനാ അത് ചെയ്യുന്ന ഇങ്ങനെ നമ്മൾ തിരിക്കുമ്പോൾ ചെറുതായിട്ട് എർത്തുണ്ട്. ആണോ? അത് അടിക്കുന്നതായിരിക്കും. ചാർജ് ഉണ്ടല്ലോ. ഇപ്പോൾ കുഴപ്പമില്ല. അത് അമിങ്ങിട്ടുമില്ല. അമിങ്ങിട്ടില്ലല്ലോ. ഇപ്പം അമിങ്ങിട്ടില്ല, പോകുന്നില്ല. ഓക്കെ ഓക്കെ, ഇനി ഇത് അടച്ചു വെക്കാം. അടച്ചു വെച്ചു. ഇത് ഫുൾ ടൈം ഓണല്ലേ? ആ, ഫുൾ ടൈം ഓണാ. പകരം വരുന്നുണ്ടല്ലോ അല്ലേ? ഓഫാക്കൂല. പിന്നെ വെയിലിരുന്നാൽ ഫുൾ ടൈം ഓണ്. കുറച്ച് മഞ്ഞൊക്കെ മൂടി കോടയൊക്കെ ആയാലേ കുറച്ച് നേരം ഓഫാക്കണം. ഒരു രാവിലെ ഒരു 8-9 മണിയപ്പോൾ ഓഫാക്കിയിട്ട് പിന്നെ ഒരു 3 മണി 4 മണിയപ്പോൾ ഓണാക്കും. അതായത് ഇതിൻ്റെ അടച്ചു വെച്ചു. പുഷ്പ തുറന്നു വെച്ചത്. അത് തുറന്നായിരുന്നേ. ഓരോരോ ടക്ക് ടക്ക് എന്നല്ലേ? ഒരു ഗ്യാപ്പ് ഇട്ടിട്ടില്ല. അതുപോലെ നമ്മളെ അടിക്കുള്ളൂ. ആണല്ലേ? ആണെന്നുള്ളത് തന്നെ. ഒരടി അടിച്ച് അങ്ങ് വിടുകയുള്ളൂ. അല്ലെങ്കിൽ അവിടെ നിന്ന് അടിച്ചു പോകും. ഇത് ടെസ്റ്റർ കൊണ്ട് ചെക്കപ്പ് ചെയ്യാൻ പറ്റൂല. ടെസ്റ്ററെല്ലാം ദൂരെ പോകും. ഇത് നല്ല വോൾട്ടേജിലാണ് പോകുന്നത്. അടി കിട്ടിയ നമ്മളെ ചാട്ടയില്ലേ, ചാട്ട കിട്ടി അടിച്ച പോലെ ഉണ്ടാവും. നാണൊക്കെ കിടന്ന് കാറ്റിട്ടുണ്ട്. ചട്ട് വരെ ഉരുകിയിട്ടുണ്ട് എനിക്ക് അടിച്ചിട്ട്. നേരെ ചെരുപ്പിട്ടായിരിക്കും പോയല്ലേ? ചെരുപ്പ് ഇട്ടിട്ട്. ചെരുപ്പില്ലെങ്കിൽ അതിനെ കറ്റി നല്ല അടിയായിരിക്കും അല്ലേ? ചാട്ടക്കെട്ട് അടിച്ചതുപോലെ ഉണ്ടാവും. അതിലവിടെ നമ്മുടെ പാനൽ പിടിപ്പിച്ച് കഴിഞ്ഞോട്ടോ. ഇനിയിപ്പോൾ അവിടെ വെച്ചാൽ അപ്പോട്ടും അങ്ങോട്ടും പോലും അല്ലേ? അല്ല, അത്ര ചേർന്നാണ് ചേട്ടാ.
അപ്പൊ അങ്ങനെ എത്തണ്ട പരിക്കുമ്പോ ഇത് മാത്രം പോയാൽ മതി. എന്റെ പായൽ മാത്രം പായൽ മാത്രം മതി, മതി മൊത്തം വേണ്ട. മതി 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 ഓക്കെ ഓക്കെ മതി മതി മതി. നോക്കിയിട്ട് നല്ല മഴയാണല്ലോ. ഓ അവിടെ നല്ല മഴയല്ലേ, അവിടെ ഒന്നും കാണുന്നില്ല. ഇപ്പം നേരത്തെ ഒക്കെ നന്നായിട്ട് കണ്ടോ. മഴ 50% കുറവാണ് അതിനകത്ത്. നമ്മളങ്ങനെ ക്യാമറയും കൂടെ വെക്കാനുണ്ടായിട്ടുള്ള പരിപാടി കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഓണല്ലല്ലോ അല്ലേ, ഓണല്ലല്ലോ. കിട്ടിയടാ. അതായത് നമ്മൾ ഇവിടെ ക്യാമറയും അതുപോലെ തന്നെ ഡിവൈസും ഇവിടെ വെച്ചിട്ടുണ്ട്. താഴെ ഒരു ഡിവൈസും ഉണ്ട്, അതിൻ്റെ ഒച്ചയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഓണാക്കിയുള്ളൂ. ഏതായാലും എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ തിരിച്ച് മടങ്ങാണ്. അതായത് ഒരെണ്ണം ഇവരുടെ വീടിൻ്റെ നേരെ മുകളിലായിട്ട് ഈ ഭാഗത്ത് ആനയൊക്കെ സ്ഥിരം വരുന്ന ഒരു പ്രദേശമാണെന്നാണ് പറയുന്നത്. ഒന്ന് അവിടെയും ഒന്ന് ഇവരുടെ വീടിൻ്റെ ഈ തൊട്ട് മുമ്പിലായിട്ട് ഫെൻസിങ് ഉള്ള ആ ഒരു പ്രദേശത്തും അവിടെ നിന്ന് ആന ഇറങ്ങി താഴെ നിന്ന് വരുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ വീടിൻ്റെ ഒരു സൈഡ് സംരക്ഷിക്കാനായിട്ടാണ് രണ്ടും വെച്ചിരിക്കുന്നത്. പക്ഷേ ഒരെണ്ണം അവിടെ വെച്ചാൽ മതി എന്നാണ് പുള്ളി പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ അവിടെയാണ് കേട്ടോ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഏതായാലും വളരെ അപ്പോൾ ഏതായാലും നമ്മൾ അലാറം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ രാത്രി കിടന്നടിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കിയാൽ മതി എന്നാന്ന്. എന്തായാലും മാനൊക്കെ വരുമ്പോഴൊക്കെ അടിക്കും കേട്ടോ. അങ്ങനെ വന്നാലും ഈ പറയുന്ന പോലെ വലിയ ജീവികൾ വന്നാലും ഒക്കെ മലാനൊക്കെ വന്നാലും നമുക്ക് പടക്കം പൊട്ടിക്കാവല്ലോ. അതെ അതെ ഇടയ്ക്ക് പടക്കം പൊട്ടിച്ച് ഉസാറായിട്ട് ഇരിക്കാവല്ലോ. അതെ അതെ. അല്ലെ നമ്മൾ ഉറങ്ങിപ്പോകുന്നത് കൊണ്ട് നമ്മൾക്ക് ഒന്നും അറിയാത്ത കാരണം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇതായി പോകുന്നത്. പശുവൊക്കെ ഉണ്ടല്ലോ അല്ലേ, പശുവൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു സൗണ്ട് ഒക്കെ വെക്കുമ്പോഴേ നമുക്ക് വളരെ നന്നായിട്ട് ഇരുന്നിട്ട് ഓടിക്കുവോ എന്താ ഏതിന് സംഭവിച്ചിട്ട് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് സാഹചര്യമായിട്ട് അത് നോക്കാൻ പറ്റുള്ളൂ. അതെ. ചേച്ചി രാവിലെ എത്ര മണിയാകുമ്പോഴാ പാലും കൊണ്ട് പോകുന്നത്? ഞാൻ 6:30. 6:30. അപ്പോൾ അതൊന്നും ഇത് നിൽക്കൂല. അപ്പോൾ ആ സമയത്തൊക്കെ ഉണ്ടാവും, വെളിച്ചം വരുന്നില്ലേ ഉള്ളൂ. ഏതായാലും കൊള്ളാം. അപ്പോൾ ഒന്ന് പറയണം കേട്ടോ, എന്താ സ്ഥിതി എന്നൊക്കെ ഇടയ്ക്കൊന്ന് വിളിച്ചിട്ട് എല്ലാ കാര്യം പറഞ്ഞു കൊടുക്കാം. ഇവിടെ എന്താ സംഭവിച്ചാലും ഞാൻ പറയാം. അപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ഏത് വീടിൻ്റെ ഉള്ളിൽ അത് കണ്ടെന്ന് പറഞ്ഞേ? താഴെയല്ലേ, അവിടെ നിന്നല്ലേ? എന്നാൽ അവിടെ ഒന്ന് പോയി നോക്കിയിട്ട് പോകാം കേട്ടോ. എന്നാൽ ശരി എന്നാ. ഓക്കെ ഓക്കെ. ഇതിലെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു ഇതിലെയാണ് ആന ഇറങ്ങി പോകുന്നത് കേട്ടോ. ഇത് ഇവരുടെ വീടിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെയാണ്. കാട്ടിയുടെ പാട്. അതിനെന്തിനാ ആനക്കുട്ടിയുടെ കാട്ടിയുടെ പാട്? കാട്ടിയുടേത്? അയ്യോ, ഇത്ര കാട്ടുപോത്തിൻ്റെ കാൽപ്പാടാട്ടോ. ഇതൊക്കെ കാട്ടുപോത്തിൻ്റെ ഇതാ വലിയ പോത്തല്ലേ? എന്തോ പൊന്നെ എന്നാ ഒരുപ്പോലെ. ഒരു കൊട്ടൂർ പഞ്ചായത്ത് മൊത്തം പിന്നെ തീരുമില്ല. എന്നിട്ടും ആന ഏതാ കാട്ടി ഏതാണ് അറിയില്ല നമുക്ക്. അതായത് ഇവിടെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഏതൊരു വീടിൻ്റെ അകത്ത് എന്തോ സംഭവം കണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത്. ചേച്ചി കണ്ടെന്നില്ലേ? കണ്ടതാ. കടുവ തന്നെയാന്ന് ഉറപ്പാ? പിന്നെ പുള്ളിക്കാരത്തി കാണുന്നതല്ലേ, എപ്പോഴും കാണുന്നതല്ലേ. ഈ വീടാണ് ഇത് കണ്ടോ. ഇതിൽ ഇറങ്ങി പോകണം നമ്മൾ. തൊട്ട് ഒരു കമ്പ് കൊത്തട്ടെ നിങ്ങൾക്ക് കയറാനേ. ഒരു കമ്പ് കൊത്താം. ഇവിടുന്ന് ഇങ്ങനെ ആ ചേച്ചി ഇവിടെ നിന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ കണ്ടു എന്നാട്ടോ പറഞ്ഞേ. ഇവിടുന്ന് കണ്ടെന്നല്ലേ പറഞ്ഞേ? ഉള്ളിൽ നിന്നാ കണ്ടേ? വീടിൻ്റെ ഉള്ളിൽ നിന്നാ കണ്ടേ? അവിടെ ആ വീടിന് മുറ്റത്തെ ഉള്ളിൽ നിന്ന് തല കാണിച്ചു പോയി. തല കാണിച്ചിട്ടാ ഉള്ളിലേക്ക് തന്നെ കയറിപ്പോ? ഉള്ളിൽ തന്നെയാ കയറിപ്പോയാ. അയ്യോ, ഇതെന്താ ആൾക്കാർ കയറിപ്പോയതാ? ഇത് വെച്ച് കുത്തി പിടിച്ചു. പറ്റില്ല. ഇതുകൊണ്ടോ മൃഗങ്ങൾ ദിവസം കയറുന്ന വഴിയാ അത്. ഇതുകൊണ്ടോ എന്തേലും പാടുണ്ട്. എന്തൊക്കെയോ ജീവികൾ കയറി പോകുന്നുണ്ട് കേട്ടോ. ഇതുങ്ങളെയൊക്കെ പിടിക്കാനാണ് കടുവ വന്നത്. ഇതുങ്ങളെയൊക്കെ പിടിച്ച് തിന്നാനാണ് കടുവ വന്നത്. വന്നതല്ലേ? ഇതെല്ലാം ആണ് നിറങ്ങിപ്പോയതാ ഒരു ദിവസം. ഇതിലെ സാധനം ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. ഇവരൊക്കെ ഫോറസ്റ്റിൽ എടുത്തു പോകുന്ന ഓർത്തിട്ട് പാവം വിട്ടു പോയതല്ലാതെ. ഇത് വെലയാണി സിനി എന്ന് പറയും.
പാപം ഒഴിവായി പോയി. വെറും ഇവിടുന്ന് കണ്ടെന്ന് പറഞ്ഞേ? ആ ഇവിടുന്ന് കണ്ടെന്നാ പറഞ്ഞ. കാട്ടവർക്ക് ഫോറസ്റ്റ് എടുത്ത് വിട്ടെന്നാ പറഞ്ഞ. ആണല്ലേ? ആ ചേച്ചി താഴെ കൂടെ ഇതിലെ ഈ റൂട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ ഇവിടുന്ന് കണ്ടെന്നുള്ള രീതിയിലാണ് കേട്ടോ പറഞ്ഞത്. കാട്ടവേ ഫോറസ്റ്റുകാർ എടുത്ത് ആരാണ്ട് ചെക്കപ്പ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെന്ന്. ഇവിടെ ഉണ്ടോ? വേറെ ഉണ്ടോ? നോക്കട്ടെ. ആ ഇവിടെ ഉണ്ട്. ഉണ്ടോ? ആ ടൗണിന് എൻ്റെ അതൊക്കെ കയറുമ്പോൾ സൂക്ഷിക്കണമല്ലേ. ഓഹോ, എന്തോ ഇതിൻ്റെ അകത്ത് കിടക്കുമായിരുന്നിരിക്കും അല്ലേ? കിടക്കുമായിരുന്നു. ഇവിടെ നിൽക്കുമായിരുന്നാ പറഞ്ഞ. കടുവ ഇവിടെ നിൽക്കുമായിരുന്നാ പറഞ്ഞ. പുഷ്പ അവിടുന്ന് പാലും കൊണ്ടുപോകുമ്പോൾ കൃത്യമായിട്ട് കണ്ടെന്നാ പറഞ്ഞ. ഇവിടെ ഒന്നും വേറെ കാൽപ്പാടൊന്നും ഇല്ലല്ലേ? കാൽപ്പാടില്ല. അത് ഒരാഴ്ചയായില്ലോ. നേരത്തെ ഉണ്ടായിരുന്നു തോന്നുന്നു. ഒരാഴ്ചയായില്ലോ. വീടാണെങ്കിൽ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് പഴയ വീട് കേട്ടോ. ഒഴിവായി പോയതാണ്, ആളുകൾ ഒഴിവായി പോയതാണ്. ഇനി അങ്ങോട്ട് പോകണ്ട, തിരിച്ചു പോവാം. ഇതിലേക്കാണ് ഇറങ്ങി നടക്കുന്നത്. അല്ലേ? ഇവിടെ നോക്കാം ബേക്കിൽ. ഇവിടെ നിരവധി വീടാണ് ഇങ്ങനെ കിടക്കുന്ന. അവർ സാമ്പിളായിട്ട് ഇത് വിട്ടെന്നാ പറഞ്ഞ. ഇത് കാഷ്ടല്ലേ? കാഷ്ടം. ഇത് എന്താ ഇതിന് കാട്ടമൊന്നല്ല. പൊതുവെ അത് വന്ന് നിന്നത് കടുവായ. ഇവിടെ കടുവായ പുള്ളിക്കാരി കണ്ടത്. അവർ ഉറപ്പ് പറഞ്ഞോ? എൻ്റെ വീട്ടുകാർ ഉറപ്പ് പറഞ്ഞു. എൻ്റെ വീട്ടുകാർക്ക് അറിയാം. അവൾ 1000 പ്രാവശ്യം കണ്ടതാണേ. കാണുന്നല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ആ സീൻ ഒന്ന് ആലോചിക്കുക. അതായത് ഇവിടുന്ന് ഇങ്ങനെ പുറത്ത് വന്ന് ഇങ്ങോട്ട് നോക്കി വെച്ചിട്ട് തിരിച്ച് കയറിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ താഴെ ഒന്ന് പാല് കൊണ്ടുപോകുന്ന ഈ റോഡിൽ അവസ്ഥ. ചേച്ചി രാവിലെ പാല് കൊണ്ട് രാവിലെ 6 മണിക്ക് ഈ റോഡിൽ നിന്ന്. ഓ, ആ ഒരു സീനൊന്ന് ആലോചിച്ച് നോക്കട്ടോ. ഭയങ്കര ഭീകരമായ അവസ്ഥ കേട്ടോ. ആ കാണുന്ന മാവില്ലേ, അതാ ഒരു വീട്. ഇതുപോലത്തെ തുറന്നു കിടക്കുന്ന വീടല്ലേ? സമ്മതിക്കണം കേട്ടോ. ഇവിടെ ഉള്ളവരെ അതിൻ്റെ അകത്ത് നമ്മൾ ജൈവമായിട്ട് ഇപ്പോൾ കണ്ടു. അതിൻ്റെ അകത്ത് എന്താ പറയുക, കാഷ്ടം കിടക്കുന്നുണ്ട്. പക്ഷെ എന്ത് ജീവി വരാമെന്നൊന്നും പറയാൻ നമുക്കറിയത്തില്ല. പക്ഷെ എന്തായാലും കടുവ പുതിയ ഏതെങ്കിലും ഒരെണ്ണമാണ്. പക്ഷേ ഔദ്യോഗികമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ചേച്ചി കണ്ടു എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് ഇപ്പോൾ വേറെ ഒന്നും. ഇത് കടുവ നമ്മൾ പല പ്രാവശ്യം കാണുന്നതായതുകൊണ്ടല്ലേ? നമ്മുടെ മനസ്സിൽ നിന്ന് അത് മാറൂല. അതെ അതെ. ഇപ്പം നിങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയ്ക്ക് ഇത് പറയുന്നത്. 1000 പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുള്ളതാ. ആണല്ലേ? നമ്മൾ ആരോടെ പോയി പറയും. കടുവയൊക്കെ സൂക്ഷിക്കണം കേട്ടോ. കണ്ടട്ടെ. പിന്നെ വീഴുമോ നോക്കണം. ആഴ്ച വടി കൊടുത്തേ, ചെറിയ ഒരു കുത്തു താങ്ങി പിടിച്ച് വരണം. തെന്നുന്ന മണ്ണാ, പച്ചപ്പ്. ഇത് കാണാൻ ഇടിച്ചിറങ്ങുന്ന ഇതിലെ പിടിച്ചിറങ്ങാല്ലേ? ഇടിച്ചിറങ്ങുന്ന തെന്നിപ്പോയാൻ. വീണ നല്ല രസം ഉണ്ടാവും. മൊത്തം ചെളിയാവും. അതൊരു പസപ്പുള്ള മണ്ണും കൂടിയല്ലേ. ഇത് ഈ ഓരോ മൃഗങ്ങൾ ഇറങ്ങി ഇങ്ങനെ ആയതായിരിക്കും. ഇറങ്ങിയതാ, മൃഗം ഇറങ്ങിയതാ. ഈ വീട്ടുകാരെങ്ങനെ ഇങ്ങോട്ട് കയറിക്കൊണ്ടിരുന്നേ പണ്ട്? അത് ഇതിൽ തന്നെ ഈ വഴിക്കൂടെയോ? ഇതിൽ തന്നെ കയറ്റാ. ഇതിൽ തന്നെയാണ് കയറിക്കൊണ്ടിരുന്നത്. ഇവിടം വരെ കോൺക്രീറ്റ് ഉള്ളൂ കേട്ടോ. ദിവസങ്ങളിൽ തന്നെ കാണാം കേട്ടോ. ഇത് കഴിഞ്ഞാൽ പിന്നെ മൺറോഡ്. അപ്പോൾ ഏതായാലും നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് അവിടുത്തെ ഒരു അവസ്ഥ. പ്രത്യേകിച്ച് ഇപ്പം ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ കണ്ട ആ ചേച്ചി കടുവയെ കണ്ടു എന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറയുന്നത്. അപ്പോൾ ആ ചേച്ചി കണ്ട ആ പ്രദേശത്താണ് നമ്മളിപ്പോൾ പോയത്. അവിടെ നമ്മൾ ആ ഒരു റൂമിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയതായിട്ടാണ് കണ്ടത്. ആ റൂമിൻ്റെ ഉള്ളിൽ അതായത് ആ വീടിൻ്റെ ഉള്ളിൽ നമ്മൾ ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച നിങ്ങൾ കണ്ടു. കാഷ്ടം കിടക്കുന്നുണ്ട്. അത് എന്ത് ജീവിരാന്നുള്ളത് അതിന് ഓരോരുത്തർ തെളിയിക്കേണ്ടതാണ്. പക്ഷേ ആ ചേച്ചിക്ക് കടുവയെ കൃത്യമായിട്ട് അറിയാം. 1000 പ്രാവശ്യമെങ്കിലും കണ്ടിട്ടുണ്ടെന്നാണ് അവർ സംസാരിച്ചത്. അതായത് നമ്മളിന്ന് ശരിക്കും പറഞ്ഞാൽ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വീടിന് സംരക്ഷണമായിട്ട് നമുക്ക് അനിൽനാഥ് എന്ന് പറയുന്ന ചേട്ടൻ, ബാംഗ്ലൂർ സ്വദേശിയാണ് അദ്ദേഹം, 2 അലാം സിസ്റ്റം സ്പോൺസർ ചെയ്തിരുന്നു. അപ്പോൾ ആ അലാം സിസ്റ്റം കൊണ്ടുവന്ന് പിടിപ്പിക്കാനായിട്ടാണ് നമ്മൾ വന്നത്. നമ്മൾ വെച്ച സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. ഇനി കുറച്ചൊരു ആശ്വാസം അവർക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. മൃഗങ്ങൾ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് അവർക്ക് ഒരു
ഒരു അറിയിപ്പെങ്കിലും കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരും. ഏതായാലും വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകളുള്ളത് കേട്ടോ. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിൽ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.